എന്തിന് താൻ രാമനോടൊപ്പം ചേരുന്നു എന്നൊരു ചോദ്യമുണ്ട്. എന്തിന് താൻ രാമനോടൊപ്പം ചേരുന്നു? വിഭീഷണൻ ഭീകരനായ ഒരു ഒറ്റുകാരനായിരുന്നു, ഒരു അഞ്ചാം പത്തിയായിരുന്നു എന്ന് കുട്ടിക്കൃഷ്ണമാരാർ സമർത്ഥിക്കുന്നുണ്ട് കേട്ടോ. ബാലാമണിയമ്മ എഴുതുന്നു, തെളിഞ്ഞീല തന്മുഖം ഇരുൾ കൊണ്ടു തീയിൽ നീ നിന്നെ തെളിയിച്ചിട്ട് വരൂ എന്ന് പറയുമ്പോൾ വിഭീഷണൻ ചിന്തിക്കുന്നു, മർത്യാത്മാവിൻ ആഴങ്ങൾ അമേയങ്ങൾ, തെളിയിക്കാൻ വയ്യാത്ത, അളക്കാൻ വയ്യാത്തതാണ് ഈ മനുഷ്യൻ്റെ ആത്മാവിൻ്റെ ആഴം. ഇത്രയും ധാർമ്മികനായ ഒരാൾ ഇങ്ങനെ പെരുമാറിയല്ലോ എന്ന് വിഭീഷണൻ പറഞ്ഞു കേൾക്കുന്നു. സീതയെ കാട്ടിൽ ഉപേക്ഷിച്ചു എന്ന് ആരോ വഴിയാത്രക്കാർ പറഞ്ഞു കേൾക്കുന്നു. അപ്പോൾ അയാൾ പറയുന്നു, നീതി നിഷ്ഠുരമാണ്, നീതിക്ക് ദയവില്ല. നമുക്ക് ബാലാമണിയമ്മ എന്ന കവി രാമായണത്തെയും രാമനെയും എങ്ങനെ കണ്ടു എന്ന് നമുക്ക് നോക്കാം. രാമനെക്കുറിച്ച് കവിത ഒന്നും എഴുതിയിട്ടില്ല കേട്ടോ. ഞാൻ ആവർത്തിച്ച് പറയട്ടെ, കേരളത്തിലെ പിൽക്കാല കവികൾ രാമനെക്കുറിച്ച് കവിത എഴുതിയിട്ടുള്ളവർ വളരെ ചുരുക്കമാണ് കേട്ടോ. അങ്ങനെ എഴുതിയിട്ടേ ഇല്ല എന്ന് പറയാം. അവരെല്ലാം മറ്റ് സന്ദർഭങ്ങളെക്കുറിച്ചാണ് എഴുതിയിട്ടുള്ളത്. ഇതിൽ വിഭീഷണൻ എന്ന കവിത, ബാലാമണിയമ്മയുടെ കവിതയുണ്ട് വിഭീഷണൻ. ആ കവിതയിലാണ് രാമായണ ബോധ്യങ്ങൾ അതേക്കുറിച്ച് ബാലാമണിയമ്മ പറയുന്നത്. അതിൽ രാമനെ കാണുന്നത് ഇങ്ങനെയാണ്. വിഭീഷണൻ ശത്രുപാളയത്തിലേക്ക് ചെന്ന് രാവണനിൽ നിന്ന് പിരിഞ്ഞ് നേരെ രാമനെ കാണാൻ വേണ്ടി ചെല്ലുകയാണ്. അപ്പോൾ ബാലാമണിയമ്മ പറയുന്നു, മുറുകും ചുണ്ടും വിരിനെറ്റിയും ചെന്താരിൻ്റെ നിറവും കൃശാംഗവും ചാർത്തിയ മാന്തോലുമായി ഓരുന്നേ നിന്നും പുലർകാന്തി പാളുമാ കൺകൾ പോരുമേ നേരാം വഴി കാട്ടുവാൻ അവയാർക്കും എന്ന് വിഭീഷണൻ്റെ കാഴ്ച. വിഭീഷണൻ കാണുമ്പോൾ മുറുകും ചുണ്ടും, ചുണ്ടിങ്ങനെ മുറുക്കെന്ന് പറഞ്ഞാൽ വെറ്റ മുറുക്കല്ല കേട്ടോ, ചുണ്ടിങ്ങനെ അടച്ചു വെച്ചു എന്നാണ്. മുറുകും ചുണ്ടും വിരി നെറ്റിയും, വളരെ വീതി കൂടിയ നെറ്റിയും, ചെന്താരിൻ്റെ നിറവും, ചുവന്ന താമരപ്പൂവിൻ്റെ നിറവും, ചുവന്ന പൂവിൻ്റെ നിറവും, കൃശാംഗവും, ഒട്ടും തടിയില്ലാത്ത ആളായിരുന്നു എന്നാണ്. ചാർത്തിയ മാന്തോലുമായി, മാന്തോലുടുത്തിട്ട് ദൂരെ നിന്നും പുലർകാന്തി പാളുമാ കൺകൾ, പ്രഭാതത്തിൻ്റെ കാന്തിയുള്ള കൺകൾ, അതീവ ശാന്തമായി നോക്കുന്ന കൺകളോടുകൂടി രാമൻ ഇരിക്കുന്നു. നേർവഴി കാട്ടാൻ ആർക്കും അദ്ദേഹത്തെ സമീപിക്കാം, നേർവഴി കാണാൻ എന്ന് പറഞ്ഞിട്ടാണ് അത് തുടങ്ങുന്നത്. എന്നിട്ട് രാമൻ എന്തിന് താൻ രാമനോടൊപ്പം ചേരുന്നു എന്നൊരു ചോദ്യമുണ്ട്. എന്തിന് താൻ രാമനോടൊപ്പം ചേരുന്നു? വിഭീഷണൻ ഭീകരനായ ഒരു ഒറ്റുകാരനായിരുന്നു, ഒരു അഞ്ചാം പത്തിയായിരുന്നു എന്ന് കുട്ടിക്കൃഷ്ണമാരാർ സമർത്ഥിക്കുന്നുണ്ട് കേട്ടോ. ഒരു കാരണവശാലും വിശ്വസിക്കാൻ കൊള്ളില്ല ഇങ്ങനെയുള്ള ആളുകളെ എന്ന് പറയാൻ അദ്ദേഹം ഉപയോഗിക്കുന്നുണ്ട് അത്. പക്ഷേ ഒരു ഒറ്റുകാരൻ്റെ വേഷമല്ല തനിക്ക് എന്ന് പറയാൻ വിഭീഷണൻ രാമനെ ആധാരത്തിൽ പ്രതിഷ്ഠിച്ചുകൊണ്ടാണ് അത് നടത്തുന്നത്. ഇങ്ങനെയാണത്: മൽക്കുലരഹസ്യങ്ങൾ, തദ്വിജയോപായങ്ങൾ, മാന്ത്രിക പ്രയോഗങ്ങൾ തോഴരെ ഗ്രഹിപ്പിച്ചേൻ. ശ്രീരാമനെ ഇതെല്ലാം ഗ്രഹിപ്പിച്ചു. അയാളുടെ കുലത്തിൻ്റെ രഹസ്യങ്ങൾ, അവിടുത്തെ മാന്ത്രിക വിദ്യകൾ, ജയിക്കാനുള്ള ഉപായങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു. എന്നിട്ട് അതിൻ്റെ കാരണമായിട്ട് വിഭീഷണൻ പറയുന്നത്, ധർമ്മരക്ഷയ്ക്കേ രാമൻ വില്ലെടുക്കുന്നു, മായാ കർമ്മശക്തിയിൽ അതിന് തോൽവി പറ്റരുതല്ലോ. രാമൻ വില്ലെടുക്കുന്നതിന് ധർമ്മശക്തി പുലർത്താൻ വേണ്ടിയിട്ടാണ്. രാവണൻ്റെ മായാശക്തി കൊണ്ടത് തോൽക്കരുത് എന്നുള്ളത് കൊണ്ടാണ് ഞാനത് പറഞ്ഞത് എന്ന് പറയുന്നു. അങ്ങനെ ഇരിക്കെ യുദ്ധം കഴിഞ്ഞ് സീതയുടെ വരവായി. ബാലാമണിയമ്മ എഴുതുന്നു, പ്രേമദീപ്തയായി ചാര വന്നെത്തി സീത, രാമന് തെളിഞ്ഞീല തന്മുഖം ഇരുൾ കൊണ്ടു തീയിൽ നീ മുങ്ങി ചിത്തശുദ്ധിയെ തെളിയിക്കെന്നായി, അഹോ മർത്യാത്മാവിൻ ആഴങ്ങൾ അമേയങ്ങൾ എന്ന് വിഭീഷണൻ പറയുന്നു. ഇങ്ങനെ പറഞ്ഞിട്ട് പ്രേമദീപ്തയായി സീത വന്ന് നിൽക്കുമ്പോൾ, അത് വാൽമീകിയും പറഞ്ഞിട്ടുണ്ടല്ലോ, സർവാഭരണ വിഭൂഷിതയായി വന്ന് നിൽക്കുമ്പോൾ നേത്രരോഗിക്ക് ദീപം പോലെ നിന്നെ കാണുന്നത് എനിക്ക് ദുസ്സഹമാണ് എന്ന് പറഞ്ഞു എന്ന് എഴുതുന്നുണ്ട്. ഇവിടെ ഇവരെഴുതുന്നു, അങ്ങനെ ബാലാമണിയമ്മ എഴുതുന്നു, തെളിഞ്ഞീല തന്മുഖം ഇരുൾ കൊണ്ടു തീയിൽ നീ നിന്നെ തെളിയിച്ചിട്ട് വരൂ എന്ന് പറയുമ്പോൾ വിഭീഷണൻ ചിന്തിക്കുന്നു, മർത്യാത്മാവിൻ ആഴങ്ങൾ അമേയങ്ങൾ, തെളിയിക്കാൻ വയ്യാത്ത, അളക്കാൻ വയ്യാത്തതാണ് ഈ മനുഷ്യൻ്റെ ആത്മാവിൻ്റെ ആഴം. ഇത്രയും ധാർമ്മികനായ ഒരാൾ ഇങ്ങനെ പെരുമാറിയല്ലോ എന്ന്. ഇനിയാണ് സാക്ഷാൽ വിലയിരുത്തൽ. എൻ മനസ്സിലോ മിന്നൽ പിണരുന്നപ്പോൾ പാളി, ധർമ്മവും അധർമ്മത്തെ പോലെ നിർദ്ദയമാവാം എന്നാണ്. എൻ്റെ മനസ്സിലൊരു മിന്നലുണ്ടായി, ധർമ്മം ചിലപ്പോൾ അധർമ്മത്തേക്കാൾ ദയവില്ലാത്തതായി തീരും എന്നെനിക്ക് മനസ്സിലായി എന്നാണ് ഈ സന്ദർഭത്തിൽ. സീതയുടെ ഈ ദുര്യോഗത്തിൽ എനിക്കങ്ങനെ മനസ്സിലായി എന്നാണ്. ഇത് ഒരു സാധാരണ പ്രസ്താവനയായിട്ട് നമുക്ക് കണ്ടുകൂടാ, ഒരു അസാധാരണ പ്രസ്താവനയാണ്. ധർമ്മവും ചില സന്ദർഭങ്ങളിൽ അധർമ്മത്തേക്കാൾ ദുർനയമായിട്ടുള്ള, ഏറ്റവും നയരഹിതമായിട്ടുള്ള, വിരൂപമായ നയമായി മാറാം എന്നതിൻ്റെ ആ വിലയിരുത്തൽ നമ്മൾ ചെറുതാക്കി കണ്ടുകൂടാ.
ഇത് കഴിഞ്ഞിട്ട് സീതയെ ഉപേക്ഷിച്ചത് പിന്നീട് വിഭീഷണൻ പറഞ്ഞു കേൾക്കുന്നതാണ്. ഓതിനാൾ പിന്നീടേതോ വഴി യാത്രക്കാർ കാട്ടിൽ സീതയെ തള്ളി രാമൻ നാട്ടുകാർ പഴിക്കയാൽ യാതനയേകി തുലോമക്കഥ മനുഷ്യൻ്റെ നീതി നിഷ്ഠുരം നൂനം ഏതനീതിയെക്കാളും എന്നാണ്. യാതനയേകി തുലോമക്കഥ മനുഷ്യൻ്റെ നീതി നിഷ്ഠുരം നൂനം ഏതനീതിയെക്കാളും. വിഭീഷണൻ പറഞ്ഞു കേൾക്കുന്നു, സീതയെ കാട്ടിൽ ഉപേക്ഷിച്ചു എന്ന് ആരോ വഴിയാത്രക്കാർ പറഞ്ഞു കേൾക്കുന്നു. അപ്പോൾ അയാൾ പറയുന്നു നീതി നിഷ്ഠുരമാണ്, നീതിക്ക് ദയവില്ല, അത് ഏതനീതിയെക്കാളും ദുഷ്കരമാണ് എന്ന് നേരത്തെ പറഞ്ഞതിൻ്റെ തുടർച്ചയായി പറയുന്നു. എന്നിട്ടതിൻ്റെ സൂത്രവാക്യമായി ഈ നിഷ്ഠുരമായ നീതിയുടെ അസിധാര വാൾ എങ്ങനെയാണ് സ്ത്രീയുടെ മേൽ പതിക്കുന്നത് എന്ന് പറഞ്ഞിട്ടാണ് ബാലാമണിയമ്മ അത് ഉപസംഹരിക്കുന്നത്. അതിങ്ങനെയാണ്: ഈ മനുഷ്യരിൽ ഏതൊരാളിലും കാൺമു ഞാനൻ രാമനെ പ്രജ്ഞാർജിത സംസ്കാര പ്രതീകത്തെ പ്രേമത്തെ ഖഡ്ഗത്തെ പോലുറയിൽ സൂക്ഷിപ്പോനെ. പ്രേമത്തെ വാള് പോലെ ഉറയിലാണ് സൂക്ഷിച്ചിരിക്കുന്നത്, പുറത്തെടുത്തിട്ടില്ല കേട്ടോ. ഉറയിൽ സൂക്ഷിപ്പോനെ, പേരിനെ പാർ ചുറ്റുന്ന പേരിനെ തേടുന്നോനെ. തൻ്റെ പേരാണ് പ്രധാനം, തൻ്റെ ആഭിജാത്യം, തൻ്റെ പേര്, അതിന് കളങ്കമേൽക്കാൻ പാടില്ല എന്ന് തൻ്റെ പേരിനെ മാത്രം തേടുന്നു. ഈ മണ്ണിലെങ്ങും കേൾപ്പേൻ ധർമ്മയുദ്ധത്തിനുന്നും രാമൻ്റെ അമ്പിൻ ചീറ്റൽ. എല്ലാ സ്ഥലത്തും രാമൻ്റെ അമ്പിൻ്റെ ചീറ്റൽ, അധർമ്മത്തിനെതിരെ ഞാൻ കേൾക്കുന്നു. അതെവിടെ കേൾക്കാം എന്നാണ് പറയുന്നത്. അതാണ് എൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അണുബോംബിലും കൂടി കേൾക്കുന്നു എന്നാണ്. കാലമേ പരാജിതമാമോ നിൻ പരീക്ഷണശാലയിൽ ധിഷണയും പണ്ട് ഹൃത്തിനെ പോലെ എന്നാണ്. അല്ലയോ കാലമേ, നിൻ്റെ പരീക്ഷണശാലയിൽ ഈ ധിഷണ, ഈ ജ്ഞാനത്തിന് വേണ്ടിയുള്ള അന്വേഷണം പരാജയപ്പെട്ടു പോയോ എന്ന് ചോദിച്ചാണ് ബാലാമണിയമ്മ അത് അവസാനിപ്പിക്കുന്നത്. മലയാളത്തിൽ ഒരു പക്ഷേ നമ്മളിതൊന്നും ശ്രദ്ധിച്ചിട്ടുണ്ടാവാൻ വഴിയില്ല. ചിന്താവിഷ്ടയായ സീതയിൽ നിന്ന് രാമനെക്കുറിച്ച് മലയാളികൾ എന്തു പറഞ്ഞു, മലയാള കവികൾ എന്തു പറഞ്ഞു എന്ന അന്വേഷണം തെല്ലും നീങ്ങിയിരിക്കാൻ സാധ്യതയില്ല എന്ന് നമ്മൾ ഓർക്കുമ്പോഴാണ് ഈ കവികളെ നമ്മൾ വീണ്ടും ഈ രാമായണ മാസത്തിൽ നമ്മളുടെ മുൻപിലേക്ക് കൊണ്ടുവരുന്നതിൻ്റെ പ്രസക്തി മനസ്സിലാകുന്നത്.